ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോവാണ് ബാംഗ്ലൂരിൽ നിന്ന്. ഞാനൊരു 4 മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച, പക്ഷേ പാക്കിങ് കുറച്ച് കൂടുതലുണ്ട്. ഒറ്റ ടെയിൽ ബാഗിൻ്റെ കൂടെ കുറച്ചുകൂടെ പാക്കിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാക്ക് ചെയ്ത് വന്നപ്പോഴത്തേനും ഇപ്പോൾ 5 മണി ആവാറായി, 4:55 ഒരു കണക്കിന് ഇച്ചിരി ലേറ്റ് ആയത് കാര്യമായി. കാരണം നല്ല തണുപ്പുണ്ട്, നല്ല മഞ്ഞുണ്ട്. കണ്ടില്ലേ, റോഡിലൊക്കെ നല്ല തണുപ്പും മഞ്ഞുണ്ട്. നേരത്തെ ഇറങ്ങി നേരത്തെ ചെല്ലാന്നായിരുന്നു പ്ലാൻ. ഞാൻ ഇത്തവണ പാലക്കാട് കോയമ്പത്തൂട്ട് പിടിച്ചാലോ എന്നൊരു ആലോചന ഉണ്ടായിരുന്നു. അങ്കമാലിയിലെയൊക്കെ പണിയാണ് വിഷയം. അവിടെ നമ്മൾ ഒരുപാട് ഡിലേ ആവും. നമ്മളിപ്പം ഇലക്ട്രോണിസിറ്റി ഫ്ലൈ ഓവർ ഒക്കെ ചാടിക്കടന്നിട്ട് ഇപ്പം ഹൊസൂർ റൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിഷ്വലിൽ എത്ര നല്ലോണം കിട്ടുമെന്ന് അറിയില്ല. നല്ല മഞ്ഞുണ്ട് ഇപ്പം. നമ്മളവിടെ നിന്ന് ഇറങ്ങിയതിനേക്കാളും കൂടുതൽ തണുപ്പും. ഇപ്പം 5:30 കഴിഞ്ഞ്, പ്രോപ്പർ 5:30 കഴിഞ്ഞതേ ഉള്ളൂ. നല്ല തണുപ്പുണ്ട്. ഈ റോഡ് പണി, ഈ പാലം പണി, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. നമ്മൾ സിൽക്ക് ബോർഡിൽ കുറച്ചു നേരം കിടക്കേണ്ട വന്നു. അവിടെ ഒരു ഒറ്റ വഴിയിൽ കൂടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കണക്ട് വിടുന്നത്. നമ്മളങ്ങനെ നമ്മുടെ ആദ്യത്തെ ടോളെത്തി. പലരും 310-ന്റെ ഹെഡ്ലൈറ്റ് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. എന്നിട്ട് ഇപ്പോൾ നല്ല ഫോഗൊക്കെ ഉണ്ട്. പക്ഷേ എന്നിട്ടും എൻ്റെ വണ്ടിക്ക് ഇപ്പോൾ സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് തന്നെയാണ്. ഫോഗ് ലാമ്പ് ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ അത്യാവശ്യം എല്ലാം കവറപ്പ് ചെയ്ത് കാണാൻ പറ്റും. ഇനി ഒരുപാട് ഡെൻസ് ആണെങ്കിൽ പോലും നമുക്ക് മാനേജബിൾ ആണ്. നമുക്ക് എന്തായാലും റോഡിലേക്ക് ഒരു വ്യൂ ഉണ്ട്. എന്നുവെച്ചാൽ മറ്റേ ഫോഗ് ലാമ്പിൻ്റെ അത്രയും വ്യൂ ഉണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നോർമൽ ഹെഡ്ലൈറ്റ് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ഉണ്ട്. കാര്യം നല്ല തണുപ്പുണ്ടെങ്കിലും നീ പോരോ. എനിക്ക് തോന്നുന്നു ഒരു 7-8 മണി വരെ തണുപ്പാണ്. കണ്ടില്ലേ, ഇവിടെ എല്ലാം മഞ്ഞുണ്ട്. കാരണം അടുത്ത 2 ദിവസം കൂടെ കഴിഞ്ഞാൽ പിന്നെ ഡിസംബർ അല്ലേ. ഓ, ക്യാമറയിൽ ഇത് കറക്റ്റായിട്ട് കിട്ടുമെന്ന് അറിയില്ല. നല്ല രസമുണ്ട് ഈ ഭാഗം ഇപ്പോൾ കാണാൻ. ഞാനിവിടെ കൂടുതലും ഈ റൂട്ട് വന്നിട്ടുള്ളത് പകലാണ്. നമ്മളപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. ഇപ്പോൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ കൂടുതലായി. അപ്പോൾ നമ്മൾ ഇതുവരെ ഒരു 87 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ലഗേജ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ വീട്ടുകാരുടെ ബാഗും ഉണ്ട്, അതിന് മേളിൽ ഇത് എൻ്റെ ഷൂ ആണ്.
അതായത് ഇപ്പം വന്ന് നമ്മൾ ബൂട്ട് ഇടുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ ഷൂ ചെരുപ്പോൾ കൊണ്ടു നടക്കേണ്ടി വരും. അതാണത്. അപ്പം നേരം വെളുത്ത് വരുന്നുണ്ട്, എന്നാലും തണുപ്പുണ്ട്. നമ്മളങ്ങനെ കൃഷ്ണഗിരി കഴിഞ്ഞു സേലം റൂട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫ്യൂവൽ വാണിംഗ് മിന്നു തുടങ്ങി. ഫസ്റ്റ് ഫ്യൂവൽ സ്റ്റേഷൻ ഫുൾ സ്റ്റോപ്പ് എത്താറായി, എടുക്കാൻ ടൈമായി. ഇടയ്ക്ക് മഴയൊന്ന് പൊടിഞ്ഞായിരുന്നു. അങ്ങനെ പൊടിച്ചില്ലല്ലോ, അത് മഴയാണോ മഞ്ഞാണെന്ന് അറിയുന്നില്ല. ഐസറിലൊക്കെ കുഞ്ഞു കുഞ്ഞു വെള്ളം. എന്നാൽ വീഴുന്നത് നമ്മൾ അറിയുന്നില്ല. എനിക്കൊന്ന് മഞ്ഞായിരിക്കും. നല്ല വ്യൂ അല്ലേ ഇത്? കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള വ്യൂ. ഇവിടൊക്കെ കഴിക്കാൻ നിർത്തണമെന്നുണ്ട്. സമയം 7:15. നമ്മളങ്ങനെ ഒരു പമ്പ് കണ്ടുപിടിച്ച് പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നതാണ്. പവറുണ്ടെന്നാണ് കാണിക്കുന്നത്. നമ്മളങ്ങനെ വണ്ടിയുടെ വയറൊക്കെ ഫുള്ളാക്കിയിട്ട് പതുക്കെ ഇറങ്ങി. ഹെൽമെറ്റിന്റെ വൈസർ ഇപ്പോഴും പ്ലെയിനാണ്. ഇത് പിന്നെ വലിയ വെയിലൊന്നുമില്ല. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും അത് മാറ്റി സ്മോക്ക് വെക്കണം. ഞാൻ 2 വൈസറായിട്ട് ഇറങ്ങിയത് ഒരു വെറൈറ്റിക്ക്. സേലം ആവാറായി കേട്ടോ. എൻ്റെ മോനെ, ഇതെന്നതാ ഇത്? ട്രെയിനോ? കുറേ ഉണ്ടല്ലോ. നമ്മളങ്ങനെ സേലം ടോള് കഴിഞ്ഞു. എന്തെങ്കിലും കഴിക്കണമെന്നുണ്ട്. നമ്മളപ്പം ഇവിടുന്ന് സമോസയും കോഫിയും കുടിച്ചു ഈ കടയിൽ നിന്ന്. ഇനിയിപ്പം മൊത്തത്തിൽ നമ്മളിപ്പം ഓൾമോസ്റ്റ് 246 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് 3 മണിക്കൂർ കൊണ്ട്. ഇനിയോ കുറേ പോകാനുണ്ട്. പകുതി പോലും ആയിട്ടില്ല. മഴ പെയ്യുമോന്നൊരു പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഞാൻ കോയമ്പത്തൂർ പാലക്കാട് ഹൈവേ പോയ സമയത്ത് മഴ അന്നുണ്ടായിരുന്നു. അന്ന് മഴക്കാലമായിരുന്നു. സൈക്ലോണൊക്കെ കാരണം ന്യൂനമർദ്ദമൊക്കെ ഉണ്ടായി. 1 വർഷത്തിന് മേളിലായി ഇപ്പം ആ റൂട്ട് പോയിട്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ 2 തവണയും വീട്ടിൽ പോയത് മറ്റേ തേനി വഴിയായിരുന്നു.
നമ്മുടെ മുന്നിൽ പോകുന്നത് XSR 155 ആണെന്ന് തോന്നുന്നു. അതെ, കണ്ടില്ലേ? ഞാൻ ആദ്യമായിട്ട് ഇത് നേരിട്ട് കാണുന്നത്. കൊള്ളാം. ബാക്കിൽ ഞാൻ ആദ്യം വിചാരിച്ച് ഹണ്ടർ മോഡിഫൈ ചെയ്താണ്, പക്ഷെ കൊള്ളാം. ഫ്രണ്ടിൽ നിന്നാണ് മാരക ലുക്ക്. നമ്മളങ്ങനെ ഈ റോഡ് കഴിഞ്ഞെന്നാണ് എൻ്റെ വിശ്വാസം. കറക്റ്റ് എനിക്ക് മനസ്സിലായില്ല, കാരണം മുമ്പേ ഈ റോഡ് 11 കിലോമീറ്റർ എന്നെന്തോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ രൂപത്തിൽ പറയുക. റോഡിൽ ഈ കണ്ടെയ്നറുകളും ലോറികളും ഒരുപാടുണ്ട്. ഇന്നത്തെ റൈഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ ഈ ക്ലൈമറ്റ് ആണ്. കണ്ടില്ലേ, നല്ല വെതർ. അതിങ്ങനെ മൂടി നിൽക്കുക. സാധാരണ ഈ കോയമ്പത്തൂർ, ഈ ഇങ്ങനെ സേലം കോയമ്പത്തൂർ റൂട്ടൊക്കെ വരുമ്പോഴത്തേന് ചൂട് കൊണ്ട് പുഴുങ്ങാറുണ്ട്, അല്ലെങ്കിൽ മഴയായിരിക്കണം. ഇതിപ്പോൾ രണ്ടും അല്ലാത്തൊരവസ്ഥ. നല്ല രസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ടയർഡാവുന്നില്ല അധികം. ഞാൻ വെള്ളമൊക്കെ 2 മണി കണ്ടേ കുടിച്ചിട്ടുള്ളൂ ഇതുവരെ. ഈ തണുപ്പൂടെ ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ ദാഹിക്കുന്നില്ല. കറക്റ്റ് സ്ഥലം എനിക്കറിയില്ല. കോയമ്പത്തൂർ ആവാറായിട്ടുണ്ട്. അതെ, ഇനി 20 കിലോമീറ്റർ ഒന്ന് കാണിക്കുന്നുണ്ട്. അത് ടൗണിലോട്ടുള്ള ഇതാണ്. നമ്മളിപ്പം കോയമ്പത്തൂരിൻ്റെ സൈഡിലെത്തി. നമ്മളിങ്ങനെ ഇനിയിപ്പം വീട്ടിലേക്ക് 248 കിലോമീറ്റർ. പക്ഷേ ഈ പാലക്കാട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പ്രശ്നം. സ്ലോ ആവും. നമ്മൾ ഇതുവരെ പെട്ടെന്നാണ് വന്നത്. സേലം കഴിഞ്ഞ് പടേന്നാണ് വന്നത്. കാരണം ക്രൂസ് ചെയ്ത് ഇങ്ങ് വരാം ഹയർ ഗിയറിൽ. ഒരുപാട് സ്പീഡ് എടുത്തില്ലേ പോലും നമ്മൾ കാരണം സ്ലോ ആക്കത്തില്ല അധികം, ട്രാഫിക് ഇല്ലല്ലോ. ഇനിയിപ്പോൾ അങ്ങോട്ട് എന്താണ് അവസ്ഥ? ഇനി ഈ റോഡ് ഭയങ്കര തിരക്ക്. ഈ ട്രക്കുകളുടെയും കണ്ടെയ്നറുകളുടെയും മേളമാണ്. കണ്ടോ, ഞാൻ പറഞ്ഞല്ലേ ഈ റൂട്ടിൻ്റെ പ്രശ്നം ഇതാ. ഇവിടെ ഇങ്ങനെ ഭയങ്കര ഒന്നാമത് ചെറിയ വഴി റോഡുമാണ്. അതിൻ്റെ കൂടെ എപ്പോഴും തിരക്കുമാണ്. ഈ ലോറികൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഡിണ്ടിഗൽ വഴി പോയി കഴിഞ്ഞാൽ നമ്മൾ ഡിണ്ടിഗൽ എത്തുന്ന അറിയത്തില്ല. അതുവരെ 6 വേ ആണ്. അത് കഴിഞ്ഞാലും സ്റ്റേറ്റ് ഹൈവേ ആണ്. നമുക്ക് വലിയ തിരക്ക് വരുത്തില്ല, ട്രാഫിക് കുറവായിരിക്കും. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 തവണ അതുവഴി ചൂസ് ചെയ്തത്. പിന്നെ പ്രശ്നം എന്ന് വെച്ചാൽ നല്ല ഫുഡ് സ്പോട്ടൊക്കെ കുറവായിരിക്കും. അല്ല, ഇവന്മാരൊറ്റ സൈഡും തരത്തില്ല നമുക്ക്. കേരളം അടുക്കാറായതേ ഉള്ളൂ, അപ്പോഴത്തേനും മഴ പൊടിയാൻ തുടങ്ങി. ഞാൻ എന്ന് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലോട്ട് വരുമ്പോഴായാലും മഴ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ നല്ല വെയിലായിരുന്നു. ആ ഡിണ്ടിഗൽ വഴി പോയപ്പോൾ മൊത്തം അങ്ങ് കമ്പം വരെ തേനിയൊക്കെ വരെ വെയിലായിരുന്നു. ആ കുട്ടിക്കാനത്തോട്ട് ചുരം കയറുന്നതിന് കുമ്പളിയുടെ റൂട്ട് കയറിയപ്പോഴത്തേനും മഴ പെയ്തു. ഇപ്പം ഇത്ര നേരം കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പം കറക്റ്റ് കോയമ്പത്തൂർ കഴിഞ്ഞ് പാലക്കാട് റൂട്ട് കയറിയപ്പോൾ പൊടിയാൻ തുടങ്ങും. പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. നിർത്തി ഇതെല്ലാം ഇടണം, ഇതെല്ലാം ബാഗെല്ലാം മറയ്ക്കണം, മെനക്കെടാ. ഇത് നമ്മളൊരു ഫ്ലോയിൽ അങ്ങ് പോവാന്ന്. നാട്ടിലോട്ട് എത്തുമ്പോൾ ഇങ്ങനെ തെങ്ങുകളൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗി. ഇപ്പം മൊത്തം കേരള രജിസ്ട്രേഷൻ വണ്ടികൾ കാണാൻ തുടങ്ങി. എന്തൊക്കെ പറഞ്ഞാലും വണ്ടി ഓടിച്ചിങ്ങനെ നാട്ടിലോട്ട് വരുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. നമ്മൾ ഓരോ ഏരിയ കവർ ചെയ്യുന്നതനുസരിച്ച് നമ്മളിങ്ങനെ വീടിനോട് അടുത്തോണ്ടിരിക്കുമ്പം അതൊരു പ്രത്യേക ഫീലാണ്. ഇപ്പം ബസ്സിലൊക്കെയാണ് കിടന്ന് ഉറങ്ങുമായിരിക്കും മിക്കവാറും. ഞാൻ എൻ്റെ കാര്യം മാത്രം പറഞ്ഞു. ബസ്സിലെ യാത്രയൊക്കെ ആസ്വദിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ ഇതൊരു പ്രത്യേക ഫീലാണ്. നമ്മളെന്തോ അത് ഓരോ ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നൊരു പ്രത്യേക അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ മലയൊക്കെ കണ്ടോ, നല്ല ഭംഗിയുണ്ട്.
കേരള ചെക്ക് പോസ്റ്റ്. അങ്ങനെ നമ്മൾ കേരളത്തിലേക്ക് കടക്കുകയാണ്. പാലക്കാട് 22 കിലോമീറ്റർ, കൊച്ചി 154. അവിടെയൊക്കെ വാളയാർ ചെക്ക് പോസ്റ്റ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ പാലക്കാടിലെ ചെക്ക് പോസ്റ്റ്, ആ കഴിഞ്ഞ ചെക്ക് പോസ്റ്റ് വാളയാറാണ്. കേരള ബോർഡർ നമ്മുടെ പരമശിവത്തിൻ്റെ അടിസക്കെ വാളയാർ. അവിടെ ആരാണ്ടൊക്കെ കാറിൻ്റെ ഡിക്കി തുറന്നിട്ട് അതിൻ്റെ മേളിലൊക്കെ തട്ടിയൊക്കെ നോക്കുന്നു. എന്തൊക്കെയാ, നമ്മളെയായാലും കൈയൊന്നും കാണിച്ചില്ല. അത് ഞാനിനി കാർ നോക്കിയിരുന്നപ്പോൾ അത് എന്നെ കൈ കാണിച്ച് ഞാൻ കാണാഞ്ഞാണോന്നറിയില്ല. സോ നമ്മൾ വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ടോളുണ്ടല്ലോ, അതിനിപ്പുറത്തൊരു കടയിൽ നിന്ന് നാരങ്ങ കുടിച്ചു. കാരണം വിശപ്പില്ല, പിന്നെ ഒരു ദാഹം. വൈകുന്നേരം ഒരുപാടൊന്നും നമ്മൾ രാവിലെ ഒരു സമോസല്ലേ കഴിച്ചുള്ളൂ. അതുകൊണ്ട് പിന്നെ ഒരു നാരങ്ങ കുടിക്കാമെന്ന് വിചാരിച്ച് നിർത്തിയതാണ്. ഒരു റെസ്റ്റ് കൂടെ എടുക്കാമല്ലോ. അപ്പം നമ്മൾ ടോട്ടൽ 396 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. 4.49 മണിക്കൂർ. അയ്യോ, പക്ഷെ പെട്ടെന്ന് എത്തി കേട്ടോ, വിചാരിക്കുന്നതിനേക്കാളും പെട്ടെന്ന് എത്തി. അത് അത്രയും റൂട്ട്. ഇനിയിപ്പോൾ കണ്ടില്ലേ, കോയമ്പത്തൂർ കഴിഞ്ഞാൽ നമ്മളൊന്ന് ഡിലേ ആയത്. അപ്പോൾ ഏതായാലും നോക്കാം. തമിഴ്നാട്ടിലെ റോഡിൽ നിന്ന് കേരളത്തിലെ റോഡിലോട്ട് വരുമ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ക്യാമറയാണ്. മുക്കിന് ക്യാമറ വെച്ചിട്ടുള്ളതുകൊണ്ട് എല്ലായിടത്തും സ്ലോ ആവും. അതുവരെ നമ്മൾ വന്നത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല. നമ്മൾ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ ഒഴുകി വരും. ഇവിടെ പിന്നെ ക്യാമറ നോക്കണം, ആൾക്കാർ വട്ടം ചാടുന്നത് നോക്കണം. നേരെ ചെന്ന് പെട്ടത് സിംഹത്തിൻ്റെ മടയിലാണെന്നൊക്കെ. എവിടെ നോക്കിയാലും ഇവന്മാരാണല്ലോ. അങ്ങനെ വീണ്ടും നമ്മുടെ വണ്ടി റിസർവായി പാലക്കാടായപ്പോൾ. പെട്രോൾ അടിക്കണം. ഇപ്പം തമിഴ്നാട്ടിൽ നമ്മളിപ്പോൾ ഈ റൂട്ട് വരുമ്പോൾ തമിഴ്നാട്ടിൽ വെച്ച് അടിച്ചാലും നമ്മളെ വീട്ടിലെത്തുമ്പോഴത്തേനും വീണ്ടും അടിക്കേണ്ടി വരും. പക്ഷെ ഇപ്പം മറ്റേ ഡിണ്ടിഗൽ തേനി റൂട്ടാണെങ്കിൽ, കാരണം നമ്മളെ കുമ്പളിക്ക് മുമ്പ് വെച്ച് അടിച്ചാൽ മതി. അതാകുമ്പം ഇച്ചിരി വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഫുൾ ടാങ്ക് അടിക്കുമ്പം ഒരു 10 രൂപ 20 രൂപയൊക്കെ വ്യത്യാസം വരുമായിരിക്കും. ക്ലൈമറ്റ് മൂടിയതാണെങ്കിൽ പോലും ഉഷ്ണം തോന്നി തുടങ്ങി കേരളത്തിൽ കയറിയപ്പോൾ. പക്ഷെ വലിയ ചൂടില്ല, എന്നാലും ചെറിയൊരു ഉഷ്ണം. മിക്കവാറും അടുത്ത ദിവസമൊക്കെ പനിയായിരിക്കും. കാരണം കുറേ ക്ലൈമറ്റ് ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട്. അവിടെ മൊത്തം നല്ല തണുപ്പാണ്. പെട്ടെന്ന് ഇങ്ങോട്ട് ചൂടിലോട്ടൊക്കെ വരുമ്പോൾ ആ ക്ലൈമറ്റ് ചേഞ്ചാണ്, ഒരു പനിയൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു ഇന്ത്യൻ ഓയിൽ കണ്ടു, പക്ഷേ മിസ്സായിപ്പോയി. ഞാൻ ഈ തൊട്ടടുത്തെത്തിയപ്പോഴുണ്ട്. പിന്നെ ഞാൻ തിരിക്കാനൊന്നും നിന്നില്ല. അടുത്തത് നോക്കട്ടെ. അപ്പം നമ്മൾ പെട്രോളൊക്കെ അടിച്ച് ഇപ്പോൾ 11:30 നമ്മളങ്ങനെ കുതിരാനെത്തി. ഇവരെന്താണ് ഇവിടെയൊക്കെ പണിയുന്നത്? കുറച്ചാൾ മുമ്പ് വരെ, എന്ന് വെച്ചാൽ ഒരു 2 വർഷം മുമ്പ് വരെ ഇത് ഭയങ്കര അടിപൊളി റോഡായിരുന്നു. ഭയങ്കര സ്മൂത്തായിരുന്നു. ഞാൻ ഈ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള റോഡ് ഇതായിരുന്നു നാട്ടിലുള്ളപ്പോൾ. കാരണം ഭയങ്കര സ്മൂത്ത്. നമ്മൾ ഇത്ര ലെവലിലും 3 ഏതാണ്ട് 6 ലൈൻ റോഡൊക്കെ വേറെ ഇല്ലായിരുന്നതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത റൂട്ടായിരുന്നു. ഇപ്പോൾ റോഡ് പക്ഷെ ഭയങ്കര ലെവലില്ലാതെ ഒക്കെ ആയിട്ടുണ്ട്.
കണ്ടോ, മൊത്തം പഞ്ചറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അവിടെ ഇവിടെ. ഇത് ഇറങ്ങി ചെല്ലുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ അന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടത്. കണ്ടില്ലേ, നല്ലൊരു വിഷ്വലാണ്, ഭയങ്കര കളർഫുൾ വിഷ്വൽ. കുതിരയും കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു പാലമുണ്ട്, മേൽപ്പാലം. നല്ല രസം അത് കാണാൻ. ഇതുവരെ വലിയ കുഴപ്പമില്ലാതെ പോയി, ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. എനിക്ക് അങ്കമാലിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകേണ്ടത്, മൂവാറ്റുപുഴ റൂട്ട് വീട്ടിലോട്ട് പോകാൻ. അങ്ങനെ രാവിലെ ഇറങ്ങിയപ്പോൾ സിൽക്ക് ബോർഡിൽ കിട്ടിയത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒരു ബ്ലോക്ക് കിട്ടുന്നത് നമ്മുടെ കേരളത്തിൽ. രണ്ടിടത്തും പണി കാരണം എൻ്റെ പണി. ഇതിൻ്റെ മേലെ കൂടെ ഒക്കെ പോയി ഉടുങ്ങി പൊടിച്ച് താഴെ പോയി കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വന്നപ്പോൾ ഇവിടെയൊക്കെ ചെളിയായിരുന്നു തോന്നുന്നു. കുറച്ചൊക്കെ അവർ മിനുക്കിയിട്ടുണ്ട്. പിന്നെ മഴയില്ലാത്തതുകൊണ്ടായിരിക്കണം, ടാർ ചെയ്തിട്ടുണ്ട്. അയ്യോ, ആനവണ്ടി. നമ്മളങ്ങനെ കൊരട്ടിയിലുള്ള KFC വരെ വന്നു. എന്നുവെച്ചാൽ വഴിയിൽ കണ്ട ഇതാ, എന്തെങ്കിലും കഴിക്കണം. ഒരു ക്ഷീണമുണ്ട്. ഈ സത്യം പറഞ്ഞാൽ ഈ റൂട്ട് വരുമ്പോഴുള്ള പ്രശ്നം ഇത്, നമ്മളെ റോഡ് അത്ര ലെവലല്ലാത്തതുകൊണ്ട് നല്ല ക്ഷീണം തോന്നും, പെട്ടെന്ന് ടയേർഡാവും. അപ്പോൾ എല്ലാം കഴിക്കണം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുവാണ്. അയ്യോ, ചൂടെടുക്കുന്നുണ്ട്. ഭാഗ്യം കൊണ്ട് നമുക്ക് ഇതുവരെ ഒരൊറ്റ ബ്ലോക്കിലേക്ക് കിടക്കേണ്ട വന്നുള്ളൂ. അതും അധികം കിടക്കേണ്ട വന്നില്ല കേട്ടോ, അത് മൂവിങ് ആയിരുന്നു, അല്ലാതെ സ്റ്റക്കൊന്നും അല്ലായിരുന്നു. പിന്നൊന്നും അങ്ങനെ കിടക്കേണ്ട വന്നില്ല. അത് ഈ ടൈമിങ്ങിൻ്റെ കൂടെ. ഇപ്പോൾ 1 മണി കഴിഞ്ഞ് ഉച്ചയായില്ലേ. ഇപ്പോൾ രാവിലെയൊക്കെ നമ്മൾ ഈ ഭാഗത്തോടെ വന്നിട്ട് നല്ല തിരക്കായിരുന്നു തോന്നുന്നു. ഇപ്പോഴും കുറട്ടി കഴിഞ്ഞേ ഉള്ളൂ. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എങ്ങനെയാലും ഒന്ന് അങ്കമാലി കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോവാം. ഇവിടെ നമുക്ക് ലെഫ്റ്റ് എടുക്കണം തോന്നുന്നു. നമുക്കൊരു ലെഫ്റ്റ് ഉണ്ട്, ഡീവിയേഷൻ. അത് MC റോഡാണ്, മൂവാറ്റുപുഴ വഴി പോകുന്നത്. ഏറ്റുമാനൂർ എന്ന് ചാടുവോ, അങ്ങനെ എന്താണ്. വലിയ ട്രാഫിക്കിന് മുമ്പ് കോട്ടയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് വീട്ടിൽ ചെല്ലാം. അതിനിവിടെ സമ്മതിക്കില്ലെന്ന് തോന്നുന്നു. അങ്കമാലിയിലേക്കാളും തിരക്കാണ് പെരുമ്പാവൂർ. എന്തോ ചെയ്യാൻ, ഫുള്ള് ബ്ലോക്കും തിരക്കും. വെറുതെ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഈ എണ്ണച്ചി. അത് റോഡൊന്നും കൊള്ളാത്തതുകൊണ്ട് അതുകൊണ്ട് ഒരു ഫ്ലോയിലൊക്കെ പോകാനൊക്കത്തില്ല. അതാണ് ഈ റൂട്ടിലേക്ക് എന്നുള്ള പ്രശ്നം. മറ്റെന്തൊക്കെ പറഞ്ഞാലും റോഡെല്ലാം അടിപൊളിയാണ്. ഈ കമ്പന്തേനി വഴി വന്ന് കുട്ടിക്കാനത്ത് നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ
ആ റൂട്ട് ഇത്തവണ വരാതിരിക്കാനുള്ള മെയിൻ കാരണം ഇതിപ്പോൾ ശബരിമല സീസണാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഈ തിരക്ക് തന്നെ കൂടുതലും അതിൻ്റെ കണ്ടില്ലേ, മിക്ക വലിയ വണ്ടി ട്രാവലറൊക്കെ ശബരിമലയിൽ നിന്ന് വരുന്നത് കണ്ടോ, അതിൻ്റെ ഒരു തിരക്കാണ്. അപ്പോൾ പിന്നെ അപ്പുറത്തോടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും കുട്ടിക്കാനത്തുനിന്ന്. കാരണം തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ ആൾക്കാർ ആ റൂട്ടാണ് പോകുന്നത്. ഇപ്പോഴും ക്ലൈമറ്റ് നൈസാണ്, ഇതുവരെ വെയിലൊന്നുമില്ല. ഇടയ്ക്ക് ആ തൃശ്ശൂർ ഭാഗത്ത് മാത്രമല്ല, ഇന്ന് കുറച്ചെങ്കിലും വെയിലും ചൂടും വീണ്ടും മൂടിയിട്ടുണ്ട്. ഈ തിരക്ക് ഇച്ചിരി കൂടുതലാണ്, അല്ലെങ്കിൽ ഓക്കെ ആയിരുന്നു. എനിക്ക് ഈ ശബരിമല സീസൺ ആയതുകൊണ്ടാണ് കുറേ വണ്ടികൾ സ്വാമിമാരാണ്. അവിടുത്തെ തിരക്കൊന്ന് ആലോചിച്ചപ്പം നമ്മളങ്ങനെ മൂവാറ്റുപുഴയായി. പക്ഷേ ഉണ്ടോ കാലാവസ്ഥ ഉണ്ടോ, വൈകുന്നേരം ആയതുപോലെ. ഇപ്പോൾ സമയം 2 മണി ആയതേ ഉള്ളൂ, അപ്പോഴേ ഭയങ്കര ഇരുട്ട് മൂടിയതുപോലെ. പക്ഷെ ഉഷ്ണമുണ്ട് കേട്ടോ, ഇപ്പോൾ ഉഷ്ണമൊക്കെ ട്രാഫിക്കിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കും. ഈ ചെങ്ങന്നൂരോട്ടൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന സ്ലീപ്പർ ബസ്സൊക്കെ ഉണ്ടല്ലോ, അത് ഈ റൂട്ടാണ് വരാറ്. അങ്കമാലിയിൽ നിന്ന് ഈ മൂവാറ്റുപുഴ ഈ റൂട്ട്. കാരണം നമ്മൾ കറക്റ്റ് വേണ്ടി ഇവിടെ വരുമ്പോൾ നമ്മൾ എണ്ണീക്കും, മൊത്തം വളവും തിരിയും. നമ്മൾ അതിനകത്ത് കിടക്കും, സ്ലീപ്പർ ആയ പോലും കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി മറിച്ച് ഒരു 6 മണി 7 മണിയാകുമ്പോൾ നമ്മൾ എണ്ണീക്കും. എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടല്ലോ, കണ്ടില്ലേ ഫുൾ ഇങ്ങനത്തെ വഴിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കയറുക. കറക്റ്റ് നമ്മളിവിടെ വരുമ്പോൾ എണ്ണീക്കും രാവിലെ. രാത്രി കയറുന്ന വണ്ടിയല്ലേ. കണ്ടില്ലേ ഈ റോഡ് മൊത്തം ഇങ്ങനെ വളവ് തിരിവ്. രസം, വണ്ടി ഓടിക്കാൻ രസമാണ്. കുറച്ചുകൂടെ ഇപ്പം ക്ഷീണിച്ച് വന്നിട്ട് രസമാണോന്ന് വെച്ചാൽ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. റോഡ് നല്ലതായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, നല്ലതും അടുത്ത് തന്നെ. ഇപ്പോഴാണ് ഞാനും ഒന്ന് ബ്രീത്ത് ചെയ്യുന്നത്, അതുപോലെ ആ ട്രാഫിക്കിൽ നിന്നൊക്കെ വന്നിട്ട്. പക്ഷേ അത് പ്രതീക്ഷിച്ചിടത്തല്ല തിരക്ക് വന്ന മൊത്തം മറ്റേ പെരുമ്പാവൂരായിരുന്നു. പെരുമ്പാവൂർ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അത് ഈ വീതിയില്ലാത്ത റോഡും പിന്നെ ശബരിമല പോകുന്ന വണ്ടികളെല്ലാം കൂടെ ആയതുകൊണ്ടാണ്. ഈ റൂട്ട് കഴിഞ്ഞാണ് വന്നപ്പം മഴയായിരുന്നു, അതുകൊണ്ട് നല്ല വൈബായിരുന്നു, നല്ല രസമായിരുന്നു ഈ ഒരു ഭാഗമൊക്കെ കാണാൻ. നല്ല തണുപ്പും. ഇപ്പം മഴക്കോളുണ്ടെന്നേ ഉള്ളൂ, മഴ പെയ്തില്ല. പക്ഷെ മഴ പെയ്യണ്ട, മഴ പെയ്താലുള്ള പ്രശ്നം നമ്മളിതെല്ലാം ഇനി ഇടണം. റെയിൻകോട്ടും എല്ലാം അഴിച്ച് എല്ലാം പുറകെ കെട്ടി വെച്ചിരിക്കുക. ബാക്ക് പാക്കിന് വെയിറ്റ് കൂടുമായിരിക്കാൻ വേണ്ടി ഞാനതെല്ലാം മറ്റേ തിയേറ്ററുടെ ബാഗിൽ, ടെയിൽ ബാഗിലാണ് കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഏറ്റുമാനൂർ എത്തി അവസാനം. നമ്മളീ പോകുന്നത് മണർകാട് വഴിയാണ്. അതായത് പ്രോപ്പർ കോട്ടയം ടച്ച് ചെയ്യാതെ നമ്മൾ നേരെ പോയി ചങ്ങനാശ്ശേരി പോയി ചാടും. കോട്ടയത്ത് റോഡ് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ എനിക്കൊന്ന് ടാർ ചെയ്തായിരുന്നെന്ന് തോന്നുന്നു. പക്ഷെ പ്രശ്നം തിരക്ക്, ട്രാഫിക്ക് വരും. ഞാനാണെങ്കിൽ കാറിൻ്റെ ഇട്ട് അങ്ങോന്ന് ഇറങ്ങിയപ്പോൾ അതാണെന്ന് തോന്നുന്നു എനിക്ക് ഈ വഴി കാണിച്ചത്. ഞാൻ പിന്നെ ഒരു ഫ്ലോയിലിങ് കയറി. എന്നിട്ടിപ്പോൾ ഒരു കാപ്പിയും കുടിച്ചു, ഒരു പഴംപൊരിയും കഴിച്ചു, റെസ്റ്റ് എടുത്തു. നമ്മൾ വീണ്ടും പോകുന്നു. യെസ്, ഇത് കുഞ്ഞു വഴിയാണ്, നമുക്ക് ഇങ്ങനെ കാഷ്വലായിട്ട് പോകാനേ ഒക്കത്തുള്ളൂ. നമ്മളങ്ങനെ തെങ്കണ റൂട്ട് പോവാണ്. തെങ്കണ
നമുക്കപ്പോൾ ചങ്ങനാശ്ശേരിയും കോട്ടയം ഒന്നും ടച്ച് ചെയ്താണ് ചെല്ലുന്നത്. കുറച്ച് റൂട്ട് അലമ്പാണ്. പക്ഷേ ഇപ്പോൾ കണ്ടല്ലേ, ഇത് കയറി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ ചെല്ലും. നമ്മൾ തിരുവല്ലയ്ക്ക് അടുത്ത് ഡയറക്റ്റ് വെച്ച് ആടും. ടൈം ഓൾമോസ്റ്റ് 4:15. ഇടയ്ക്ക് പോലീസ് ചെക്കിങ്ങിന് കൈ കാണിച്ച് നിർത്തി. വീഡിയോ എടുത്തില്ല ഞാൻ. എന്നിട്ട് ബാഗിനകത്ത് എന്തോ അതാണോ ഇതാണോ എന്നൊക്കെ ചോദിച്ച് പിന്നെ എവിടെ നിന്ന് വരുവാ. ഭാഗ്യത്തിന് ആ സമയത്ത് പതുക്കെയാതെ അയ്യോ, ഞാൻ തൊട്ട് തുപ്പുറത്തെ റോഡിൽ കൈ കൊടുത്ത് വന്നിട്ട് അവിടെ വളമായതുകൊണ്ട് പതുക്കെ ഒന്ന് സ്ലോ ചെയ്താ. കറക്റ്റ് അമ്മ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അല്ലെങ്കിലും വലിയ സ്പീഡൊന്നും എടുക്കാൻ പറ്റുന്ന റോഡല്ലല്ലോ, ചെറിയ റോഡ്. പിന്നെ അവർ ചോദിക്കാൻ വേണ്ടി റെക്കോർഡ് ചെയ്താൽ നല്ലായിരുന്നു. പിന്നെ അവരുടെ അനുവാദം ഇല്ലാതെ അവരുടെ മുഖമൊക്കെ റെക്കോർഡ് ചെയ്ത് വേണ്ട. ഇനി അതുകൂടെ വേറെ ഇല്ലാത്ത പടിയൊന്നും മേടിച്ച് ഒപ്പിക്കണ്ട. നമ്മൾ റെക്കോർഡിംഗ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ റോഡിലൊക്കെയാണ് പറപ്പിച്ച്. എന്നാലും അതൊക്കെ കാണും, വേണ്ട. പക്ഷെ കാര്യമായിരുന്നു, ഫൈനൊന്നും ഇടാ. ചുമ്മാ അവർ വർത്താനം പറഞ്ഞിട്ട് വിട്ടു. അങ്ങനെ നമ്മൾ തിരുവല്ല ആയിട്ടുണ്ട്. നല്ല ടൈമാണ് ഈവനിങ്. അതാണ് ഈ തിരക്ക്. നമ്മൾ കഴിഞ്ഞ വന്നപ്പം ഈ റൂട്ട് വന്നപ്പോൾ ഇച്ചിരി രാത്രിയായിരുന്നു. പിന്നെ മറ്റേ റൂട്ട് അത് വന്നപ്പോൾ നേരത്തെ ആയിരുന്നു. നമ്മളെ കുട്ടിക്കാനം റൂട്ട് വന്നപ്പോൾ ഞാൻ 4 മണിയായപ്പോൾ വീട്ടിലെത്തിയായിരുന്നു തോന്നുന്നു. 4 മണി 5 മണിയൊക്കെ ആയപ്പോൾ. ഇതിപ്പം പിന്നെ ശബരിമല സീസണൊക്കെ കൂടെ ആയതുകൊണ്ട് മൊത്തത്തിൽ റോഡിൽ തിരക്കാണ്. പിന്നെ ഇലക്ഷൻ അല്ലേ, ഒരുപാട് പേര് നാട്ടിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മളപ്പം ചെങ്ങന്നൂർ ആവാറായി. അപ്പോൾ എന്തായാലും കുറച്ച് 2-3 കട്ടയും കണ്ടേ ഉള്ളായിരുന്നു പെട്രോൾ. ഞാൻ ഫുള്ളങ്ങ് അടിച്ച്, കാരണം പവർ കണ്ടു. ഇവിടെ കിടന്ന് ഓടണ്ടല്ലേ. ഇവിടെ 114 രൂപ കാണിച്ച് പവറിന്, I mean 95-ന്. ഷെല്ല് ബാംഗ്ലൂർ ഷെല്ലിൽ 116. പ്രീമിയത്തിന് വ്യത്യാസമുണ്ടോ നോർമലിനേക്കാളെന്ന് വെച്ചാൽ ലോങ് റണ്ണിൽ മൈലേജ് വ്യത്യാസമുണ്ട്. പിന്നെ ഒരുപാട് ഹീറ്റ് ആവുന്നില്ല. എന്തൊക്കെയോ ഒരു ഗുണം, ഒരു സ്മൂത്ത്നെസ് ഒക്കെ കൂടുന്ന പോലെ തോന്നും. കുറേ ദൂരം ഓടി കഴിയുമ്പോഴേ ഉള്ളൂ കേട്ടോ. അല്ലാതെ 2 കിലോമീറ്റർ ഓടിച്ച് നോക്കിയിട്ടൊന്നും പറ്റത്തില്ല. നമ്മൾ നല്ലോണം വണ്ടി നല്ലോണം ഹീറ്റൊക്കെ ആയി ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ ഇതിന് ഇച്ചിരി റിഫൈൻമെൻ്റ് ഒക്കെ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഗ്രാമത്തിലെത്താറായി. എൻ്റെ വീടിനടുത്ത് എത്താറായി. ടൈം 5 മണിയായി. വളരെ പതുക്കെ വന്നു ഇങ്ങെത്തി. ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ ഭംഗി എന്താ രസമല്ലേ. 2 സൈഡും പാടമാണ്. അപ്പം ഇന്ന് നമ്മൾ ഓടിയിരിക്കുന്നത് കണ്ടില്ലേ, 642 കിലോമീറ്റർ, 9 മണിക്കൂർ ട്രാവൽ ചെയ്തു. 9 മണിക്കൂർ 17 മിനിറ്റ്. അപ്പം ആവറേജ് മൈലേജ് കിട്ടിയത് 28 ആണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്, എനിക്കറിയാം. ചെറിയ വീഡിയോ എന്നല്ല, വേറൊന്നും കാണിക്കാനില്ല. ജസ്റ്റ് ആ വന്ന റൂട്ട് മാത്രമേ ഉള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.